വരുന്നത്. അപ്പൊ വരുന്നതിന് സെക്കൻഡ് പാർട്ട് ഒന്നായിരിക്കും. കൊള്ളാം. ശരിക്കും തെറി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇല്ലില്ല, തെറിയുടെ അത്ര ഒന്നുമില്ല. ഇത് തെറി വിളിയാണ്. ചിലപ്പോ വലുതവൻ വിജയനെ കണക്ക് അഭിനയിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. എങ്ങനെയുണ്ട് കീർത്തി? ഇത് കുഴപ്പമില്ല, അധികം ഇതൊന്നും നമ്മളെ തെറിയ കണക്ക് തന്നെ, ചെറിയ റോഡാ. പക്ഷെ ലാസ്റ്റ് സല്ലുബൈ വന്നപ്പോ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടെ സല്ലുബൈ വന്നു. കുറച്ച് സ്ക്രീൻ പ്ലേ കാര്യങ്ങൾ മാത്രമേ തിയറിയുടെ ആ ഒരു ഇത് പറഞ്ഞുള്ളൂ. പക്ഷേ സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല ചേഞ്ചസ് ആണ്. പിന്നെ വരുൺ ധവാനും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട് ക്ലൈമാക്സിൽ. ശരിക്കും ഇവിടെ വിജയുടെ എങ്ങനെയുണ്ട്? വിജയുടെ ഞാൻ സത്യം പറഞ്ഞ വിജയുടെ ഒരു വിജയ് ആരാധകനും അറ്റ്ലി ആരാധകനും ആയതുകൊണ്ടാണ് ഈ പടം കാണാൻ വേണ്ടി വന്നത്. വിജയ് എന്നുള്ള ഒരു ഇതിൽ മിസ്സിംഗ് ഉണ്ട്. പക്ഷെ എന്നാലും അവർ ആ ഹിന്ദിക്ക് വേണ്ടി റീമേക്ക് ചെയ്തെടുത്തതിന്റെ ഒരുപാട് മാറ്റവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പടം കൊള്ളാം. തെറി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? തെറി ഒരു ബ്ലോക്ക് ബസ്റ്റർ സാധനമാണ്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്ന സാധനം. പക്ഷെ അതിന്റെ അത്ര വന്നില്ലെങ്കിലും ഒരു ഹിന്ദിക്ക് വേണ്ടി ചെയ്ത സാധനമുണ്ട്. തമിഴ് പടങ്ങൾ മലയാളം എടുത്തുകൊണ്ട് റീമേക്ക് ചെയ്ത് വളർത്തുന്നുണ്ട്. അങ്ങനെയാണ്. ഇല്ല, ഇത് കൊള്ളാം. സ്ക്രീൻ പ്ലേ നല്ല മാറ്റമുണ്ട്. അതേ പാറ്റേൺ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ക്യാപ്ഷൻ, ഡെഡിക്കേറ്റഡ് ടു ഓൾ ഫാദേഴ്സ് എന്നും പറഞ്ഞു. ആ ഒരു സംഭവം കൊള്ളായിരുന്നു. डायरेक्शन एक्टिंग बहुत अच्छा लगा मुझे, बहुत अच्छा लगा, बोलने कुछ भी नहीं, बहुत अच्छा लगा. फैमिली मूवी है, सब लोग आओ मूवी देखो. सब मिक्स है, मलयालम हिंदी सब मिक्स समझ में आता है, हिंदी भी समझते हो. बहुत अच्छा लगा, बहुत अच्छा लगा, बहुत अच्छा लगा भाई, बहुत